സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ വിശദ വിവരങ്ങൾ ഷെയർ ചെയ്യുന്ന NDM ഇൻഫോ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പുതിയതായി ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. നൈപുണ്യ വികസനത്തിലൂടെ യുവതീ യുവാക്കളുടെ തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള 2026 ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷ നൽകാവുന്നതാണ്. സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് employment.kerala.gov.in വെബ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ നൽകാം. പഠനം കഴിഞ്ഞ് തൊഴിലിനായി തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനം നേടുന്നവരുമായ യുവജനങ്ങൾക്ക് തടസ്സമില്ലാതെ തങ്ങളുടെ ശ്രമം തുടരുന്നതിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനാണ് കണക്ട് ടു വർക്ക് പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജോലിയോ അല്ലെങ്കിൽ റെയിൽവേ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിയോ ലഭിക്കുന്നതിനായി മത്സര പരീക്ഷകൾക്ക് പരിശീലനം നേടുന്നവർക്കും അതുപോലെ +2 ഡിഗ്രിയോ PG കോഴ്സുകളോ ഡിപ്ലോമ കോഴ്സുകളോ ഒക്കെ പാസ്സായതിനു ശേഷം സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ അല്ലെങ്കിൽ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്കും മാസം 1000 രൂപ വീതമുള്ള ഈ സ്കോളർഷിപ്പ് ലഭിക്കും. മിനിമം +2 ആണ് ഈ സ്കോളർഷിപ്പിനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി കണക്കാക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകാം. +2 ശേഷം സർക്കാർ തല ജോലിക്ക് വേണ്ടിയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും 1000 രൂപയുടെ ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. ഇനി ഡിഗ്രി PG കോഴ്സുകളാണെങ്കിൽ ആ കോഴ്സുകൾ കഴിഞ്ഞ ശേഷം നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. ഉദാഹരണത്തിന് BCom കഴിഞ്ഞ ശേഷം ടാലി കോഴ്സ് പഠിക്കുന്ന പോലെ +2 ഡിഗ്രി PG കോഴ്സുകൾ കഴിഞ്ഞ് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ +2 ഡിഗ്രിയോ പാസ്സായതിനു ശേഷം കേരള PSCയുടെയോ റെയിൽവേ ബോർഡിന്റെയോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയോ UPSCയുടെയോ ഒക്കെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും പരിശീലനം നേടുകയോ ചെയ്യുന്നവരായിരിക്കണം. വീടുകളിൽ ഇരുന്ന് പരിശീലിക്കുന്നവരാകാം, ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നവരാകാം, അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ താൽക്കാലിക ജോലിയോ ദിവസവേതനത്തിന് പണിയെടുക്കുന്നവരോ ആണെങ്കിലും സർക്കാർ ജോലി ലക്ഷ്യമാക്കി അപേക്ഷിക്കുകയും പരിശീലനം നേടുകയും ഒക്കെ ചെയ്യുന്നവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ സർക്കാർ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ വളരെ നല്ല നിലവാരത്തിലുള്ള ജോലി ലഭിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ച് ആനുകൂല്യം നൽകുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ വിവരം അറിയിച്ച് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ടതാണ്. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാത്ത കുടുംബങ്ങളിലെ യുവതീ യുവാക്കൾക്കാണ് പദ്ധതിയിൽ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കേരളത്തിലെ സ്ഥിര താമസക്കാർക്കാണ് സഹായത്തിന് അർഹത. 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കഴിയാത്തവരുമായവർക്ക് അപേക്ഷ നൽകാം. 5 ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 1 ലക്ഷത്തിലധികം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഇനിയും ഏതാണ്ട് 4 ലക്ഷത്തോളം പേർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ, ഡീംഡ് സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. യുവാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചും പഠനോത്സാഹം നിലനിർത്തിയും നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് employment.kerala.gov.in എന്ന വെബ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖേന നേരിട്ട് അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യും. പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. APL BPL കാർഡുകാർക്കെല്ലാം അപേക്ഷിക്കാമെങ്കിലും അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേരിലുള്ള കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഏത് മത്സര പരീക്ഷയാണോ അപേക്ഷിച്ചിട്ടുള്ളത് അതിന്റെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അപേക്ഷ നൽകിയതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്നിവയും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്തിരിക്കണം. ഓൺലൈൻ അപേക്ഷയോടൊപ്പം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത അഡ്രസ് പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സ്കൂൾ, കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, മത്സര പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ, ബാങ്ക് പാസ്ബുക്കിന്റെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒക്കെയുള്ള ഫസ്റ്റ് പേജ്. ഇനി നിങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വാങ്ങിയ ഒതന്റിക്കേഷൻ ലെറ്റർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തത്, നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നുള്ള ഒരു സ്വയം സാക്ഷ്യപത്രം എന്നിവയും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപേക്ഷ ഓൺലൈനായി നൽകുമ്പോൾ തന്നെ ഏത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലാണ് അപേക്ഷകൻ
വരുന്നത് എന്ന് അറിയുവാൻ സാധിക്കും. ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്കാണ് നമ്മുടെ ഡീറ്റെയിൽസ് പോവുക. അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് വാലിഡേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും തുടർന്ന് 12 മാസത്തേക്ക് ഓരോ മാസവും 1000 രൂപ വീതം ലഭിക്കും. ജോലി കിട്ടിയില്ലെങ്കിലും 12 മാസത്തേക്കാണ് ആനുകൂല്യം ലഭിക്കുക. ജോലി ലഭിക്കുകയാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ അറിയിച്ച് ഉടനെ തന്നെ സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്നും പുറത്തു വരേണ്ടതുമാണ്. മറ്റുള്ളവർക്കും വളരെ ഉപകാരപ്രദമാവുന്ന ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.